നമസ്കാരം. ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ നോക്കാം. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. കണക്കനുസരിച്ച് പൂരം നാൾ നാളെയാണെങ്കിലും ലോകം കാത്തിരുന്ന പൂരം ഇന്നാണ്. കുടമാറ്റം വൈകിട്ട് 5:30-നായിരുന്നു. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഇലഞ്ഞിച്ചുവട്ടിൽ ആവേശമായി മാറി ഇലഞ്ഞിത്തറമേളം. കുഴൽവിളികളോടെ ചെണ്ടമേളം തുടങ്ങിയതോടെ പൂരാവേശം കൊട്ടിക്കയറി. പാറമേക്കാവ് വിഭാഗമാണ് ഇലഞ്ഞിത്തറമേളം അവതരിപ്പിച്ചത്. നാളെ പുലർച്ചെ 3-നാണ് വെടിക്കെട്ട്. നാളെ പകൽപൂരം കഴിയുന്നതോടെ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലും. സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജാഗ്രതാ നിർദ്ദേശം. എല്ലാ അണക്കെട്ടുകളിലും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു. വൈദ്യുതി ഉൽപാദന ജലസേചന ഡാമുകളിൽ ഉൾപ്പെടെയാണ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സംസ്ഥാനത്തെ എല്ലാ ഡാമുകൾക്കും സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ വ്യാഴാഴ്ച സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രിൽ നടത്താനിരിക്കെയാണ് ഡാമുകളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ DC ബുക്സിനെതിരായ നിയമ നടപടികൾ അവസാനിപ്പിച്ചെന്ന് LDF മുൻ കൺവീനർ EP ജയരാജൻ. ആത്മകഥാ വിവാദത്തിൽ EP-യുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ DC ബുക്സിനെതിരെയാണ് പോലീസ് കേസ് എടുത്തിരുന്നത്. കോട്ടയം ഈസ്റ്റ് പോലീസാണ് കേസെടുത്തത്. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലാണ് കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേരിൽ EP ജയരാജന്റെ ആത്മകഥാ ഭാഗങ്ങൾ പുറത്തു വന്നത്. പാലക്കാട് LDF സ്ഥാനാർത്ഥി P സരിനെതിരെ വിമർശനങ്ങൾ അടങ്ങിയതായിരുന്നു ആ പുസ്തകം. ദേശീയപാത വികസനത്തിൽ നാടിന്റെ വികസനത്തോടൊപ്പം നിൽക്കാൻ LDF സർക്കാരിന് ആയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്റെ കേരളം ജില്ലാതല സമ്മേളനവും പൗരപ്രമുഖരുമായുള്ള സംവാദവും ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം. വിഴിഞ്ഞത്ത് UDF സർക്കാരിന്റെ കരാർ റദ്ദാക്കിയിരുന്നെങ്കിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അത് പദ്ധതി വൈകിപ്പിക്കുമായിരുന്നു. കരാറുമായി ബന്ധപ്പെട്ട് LDF മുന്നോട്ട് വെച്ച എല്ലാ ആശയങ്ങളും ശരിയാണ്. എന്നാൽ അത് മുന്നോട്ട് കൊണ്ടുപോയി പദ്ധതി പൂർത്തിയാക്കാൻ സർക്കാർ ശ്രമിച്ചപ്പോൾ തടസ്സപ്പെടുത്താൻ ശ്രമം നടന്നു. സർക്കാർ ഇടപെടുകയും നാടിന് ആവശ്യമുണ്ടായിരുന്ന പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ രാജയ്ക്ക് ആശ്വാസം. രാജയ്ക്ക് MLA ആയി തുടരാമെന്ന് രാജയുടെ തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കിയ ഹൈക്കോടതി വിധി തള്ളിക്കൊണ്ട് സുപ്രീം കോടതി വ്യക്തമാക്കി. പട്ടികജാതി വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുള്ള മണ്ഡലത്തിൽ മത്സരിക്കാൻ രാജയ്ക്ക് യോഗ്യതയില്ലെന്ന് വിലയിരുത്തി ഹൈക്കോടതി 2023 മാർച്ചിൽ MLA-യുടെ നിയമസഭാംഗത്വം റദ്ദാക്കിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ഐക്യരാഷ്ട്ര സംഘടന. സാധാരണക്കാരെ ആക്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ പാക് ബന്ധം ഏറ്റവും വഷളായി പോകുന്നത് അതിയേറെ വേദനയുണ്ടാക്കുന്നു. പ്രശ്നപരിഹാരത്തിന് സൈനിക നടപടികളല്ല മാർഗം. സംഘർഷം ലഘൂകരിക്കാനായുള്ള സഹായത്തിന് ഐക്യരാഷ്ട്രസഭ തയ്യാറാണ്. ഇരു രാജ്യങ്ങളും പരമാവധി സംയമനം പാലിക്കണമെന്നും ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. കോൺഗ്രസിൽ സമ്പൂർണ്ണ അഴിച്ചുപണി. KPCC അധ്യക്ഷ സ്ഥാനം മാത്രം മാറ്റുന്നതിന് പകരം സംസ്ഥാന കോൺഗ്രസിലെ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാർട്ടി മുൻ അധ്യക്ഷ സോണിയാഗാന്ധി. പ്രവർത്തക സമിതി അംഗം AK ആന്റണി ഇന്നലെ സോണിയാഗാന്ധിയെ ഫോണിൽ വിളിച്ചിരുന്നു. KPCC പ്രസിഡന്റ് K സുധാകരൻ ആന്റണിയെ സന്ദർശിച്ച് തന്നെ മാറ്റുന്നതിലെ നീരസം അറിയിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ആന്റണിയുടെ ഇടപെടൽ എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സമൂഹ മാധ്യമങ്ങളിലൂടെ നടിമാർക്കെതിരെ അശ്ലീല പരാമർശം നടത്തി അറസ്റ്റിലായ ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കിക്ക് കോടതി ജാമ്യം നൽകി. പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്നും എന്നാൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമല്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജസ്റ്റിസ് MP സ്നേഹലത ജാമ്യം നൽകിയത്. ഇനി ഇത്തരത്തിലുള്ള സമാനത കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത്. സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തരുതെന്നും കോടതി താക്കീതും നൽകി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി സംഘർഷ സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രിൽ നടത്താനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് നാളെ കേരളത്തിൽ 14 ജില്ലകളിലെ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ മോക്ക് ഡ്രിൽ നടത്തും. നാളെ 4 മണിക്കാണ് മോക്ക് ഡ്രിൽ. സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കണമെന്നാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വ്യോമാക്രമണം ഉണ്ടായാൽ എന്തൊക്കെ മുൻകരുതലുകൾ പാലിക്കണമെന്ന് സംബന്ധിച്ച് ജനങ്ങൾക്ക് വിവരം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് മോക്ക് ഡ്രിൽ നടത്തുന്നതെന്ന് അഗ്നിരക്ഷാ സേനാ മേധാവി മനോജ് എബ്രഹാം പറഞ്ഞു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി
ആദിശേഖറിനെ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പ്രിയരഞ്ജന് ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപ പിഴയും. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പൂവച്ചൽ സ്വദേശികളായ അരുൺകുമാറിന്റെയും ദീപയുടെയും മകനായ 15 വയസ്സുകാരൻ ആദിശേഖറിനെ പ്രിയരഞ്ജൻ മനഃപൂർവ്വം കാർ ഇടിച്ച് കൊലപ്പെടുത്തി എന്നതാണ് കേസ്. പിഴത്തുക ആദിശേഖറിന്റെ മാതാപിതാക്കൾക്ക് നൽകണം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ വിള്ളൽ വീണതോടെ ഇന്നലെ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഒറ്റപ്പെട്ട് പാകിസ്ഥാൻ. യോഗത്തിൽ പാകിസ്ഥാൻ കടുത്ത ചോദ്യങ്ങൾ നേരിട്ടെന്ന് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ സുരക്ഷാ സമിതി തള്ളി. ആണവ ഭീഷണി മുഴക്കിയതിനെയും മിസൈൽ പരീക്ഷണത്തെയും സുരക്ഷാ സമിതി വിമർശിച്ചു. ഇതോടെ പാകിസ്ഥാന് അനുകൂലമായി രാജ്യാന്തര തലത്തിൽ വിഷയത്തെ മാറ്റാനുള്ള പാക് ശ്രമങ്ങൾ പരാജയപ്പെട്ടെന്നാണ് വിലയിരുത്തൽ.